ഇത് ഒരു വെൽഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള തകരാറിനെ തുടർന്ന് ഇത് അടർന്നു വീണ് തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, മതിയായ രീതിയിലുള്ള സർവീസിംഗ് ഒക്കെ ഇതിനകത്ത് നടത്തിയിരുന്നില്ലേ എന്ന കാര്യങ്ങൾ ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത്തരം അമ്യൂസ്മെന്റ് പാർക്കുകൾ എപ്പോഴും ഒരു അപകട സാധ്യതയുള്ള ഒന്നായി മാറുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ശരിയായ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുകയും അത് കൃത്യമായി പ്രോപ്പറായി അത് സൂപ്പർവൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അതിൽ നിയോഗിക്കപ്പെട്ട എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ, അവരൊക്കെ ജീവനക്കാർ അവരൊക്കെ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അവരുടെ വീഴ്ചയാണോ ഈ ഇതുപോലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നത് പരിശോധിക്കുകയും ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എല്ലായിടങ്ങളിലും ഉണ്ടാകേണ്ടതുമാണ്. കാരണം കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ അവർ ഈ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരൊക്കെ ഇത്തരം റൈഡുകളിൽ കയറുകയും അവർ ഇത് പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അപകടം അങ്ങേറ്റം വേദനയുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല നടുക്കമുണ്ടാക്കുന്ന ഒരു അപകടം കൂടിയാണ്. വെമ്പായത്താണ് ഈ റൈഡ് പൊട്ടി വീണുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. വെമ്പായത്തെ ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന അമ്യൂസ്മെന്റ് പാർക്കിലെത്തിയ ഈ വിനോദസഞ്ചാരികൾക്കാണ് ഈ അപകടം ഉണ്ടായത്. അതിൽ കൂടുതൽ പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാഗർകോവിൽ സ്വദേശികളായ 5 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഷഫീദ് റാവുത്തർ, അതോടൊപ്പം തന്നെ അലക്സറ മുഹമ്മദ് എന്നിവരൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് കൈമാറുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ അപകടം പറ്റി 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ടെന്നൊരു വിവരം അലക്സ് തരുന്നുണ്ട്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഫീദ്? നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ സെന്റ് ജോൺസിൽ നിന്ന്, അതായത് പിരപ്പൻകോട് സെന്റ് ജോൺസ് ആശുപത്രിയിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതിൽ 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരാൾ ഓൺ ദി വേ ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ബാക്കിയുള്ള കുറച്ചുപേരെ, പരിക്കേറ്റ മറ്റു ചിലരെ അവിടെ അടുത്തുള്ള ഒരു താലൂക്ക് ആശുപത്രിയിലും അതേപോലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. അതിലൊരു 8ഓളം പേരൊക്കെ ആ രീതിയിൽ ഉണ്ട് എന്ന വിവരം വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്നില്ല. പോലീസും സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ഇപ്പോൾ അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി അവരുടെ ആരോഗ്യനില പരിശോധിക്കും. ആ ആരോഗ്യനിലയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും നിലവിൽ സെന്റ് ജോൺസിൽ നിന്ന് മാറ്റിയ 5 പേരുടെ പേര് വിവരങ്ങൾ, അതായത് സെന്റ് ജോൺസിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 5 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നമ്മുടെ അലക്സ് മുഹമ്മദ് കൂടി എത്തിയിട്ടുണ്ട്. അലക്സ്, 5 പേരുടെ വിവരങ്ങൾ നേരത്തെ ഷഫീദ് തന്നു. ഇവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് നാഗർകോവിൽ സ്വദേശികളാണ്. 54 വയസ്സുള്ള മനോരഥി, 49 വയസ്സുള്ള സീമണി, 49 വയസ്സ് തന്നെയുള്ള മാലിനി, പിന്നെ 2 കുട്ടികളാണ്, 14 വയസ്സുള്ള ശ്യാം ഡാനിയലും അതോടൊപ്പം 16 വയസ്സുള്ള റോസും. ഇവരെയാണോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത്? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച്? നിലവിൽ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഈ അപകടം നടന്നതെന്ന് അവർ പറയുന്നുണ്ട്. അതിൽ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. കൊണ്ടുവന്നവർക്ക് തലയ്ക്ക് പരിക്കില്ല, കാലിന് പരിക്കേറ്റവരുണ്ട്, കാലിൽ ഗുരുതര പരിക്കേറ്റവരുണ്ട്. ആംബുലൻസ് ഡ്രൈവർ നമുക്ക് സെന്റ് ജോൺസിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സെന്റ് ജോൺസ് ആശുപത്രി. എത്ര പേരുണ്ട്? ഇതിപ്പോൾ ഞാൻ 4 പേരെ കൊണ്ടുവന്നു. ക്രിട്ടിക്കൽ ഇഞ്ചുറി ആയിട്ടുള്ള അത് ഒരു ചേച്ചി കിടത്തി കൊണ്ടുവന്നില്ലേ, ആ ചേച്ചിയുടെ കാലിന് 2 പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. കാലിന് ഗുരുതരമാണ്. കാലില് തലയ്ക്ക് പരിക്കേറ്റവരില്ല. തലയ്ക്ക് ബാക്കിയൊന്നും നോക്കിയില്ല. അവിടെ ചെന്ന ഉടനെ ആളിനെ കയറ്റി വിടുകയായിരുന്നു. നമ്മൾ 4 പേരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലേ? ഇനി ഒരാൾ കൂടെ വരാനുണ്ടെന്ന് മനസ്സിലാകും. ഇനി ഒരു പയ്യനും കൂടെ ഉണ്ട് കൊണ്ടുവരാൻ. അത് ഒരു പ്രൈവറ്റ് വണ്ടിയിൽ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവരുടെ ഹാപ്പി ലാൻഡിൻ്റെ വണ്ടിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു, ഹാപ്പി ലാൻഡിൽ ഉണ്ടായിരുന്നു. ഞാൻ ഹാപ്പി ലാൻഡിൽ പോയില്ല, ഞാൻ നേരെ സെന്റ് ജോൺസിലാണ് പോയത്. സെന്റ് ജോൺസിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. സെന്റ് ജോൺസിലേക്ക് ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ജീവഹാനി ഉണ്ടാകുന്ന പരിക്കാർക്കെങ്കിലും ഉണ്ടോ? ജീവഹാനി ഉണ്ടാകുന്ന പരിക്കൊന്നും ഇല്ല. കണ്ടതിലില്ല. ഇല്ല ഇല്ല. അതാണ് ആശ്വാസകരമായ കാര്യം. അതായത് അദ്ദേഹം പങ്കുവച്ചതനുസരിച്ച് അങ്ങനെ ഒരു കാഷ്വാലിറ്റിയിലേക്ക് നീങ്ങുന്ന പരിക്കാർക്കും ഉണ്ടായിട്ടില്ല. അതായത് ജീവഹാനി ഉണ്ടാകുന്ന തരത്തിൽ പരിക്കേറ്റിട്ടില്ല. പക്ഷേ നമ്മൾ കണ്ട ഒരു അമ്മ, അവർക്ക് കാലിൽ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. കാലിൽ പൊട്ടൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ രൂക്ഷമായി പരിക്കേറ്റതാണ് നമ്മൾ കാണുന്നത്. മനസ്സിലാക്കുന്നത് മനോരഥി, സീമണി, മാലിനി, ശ്യാം ഡാനിയൽ, റോസ് എന്നിവരെ ആയിരിക്കും ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതിൽ ഒരാളെ കൂടി ഒരു പയ്യനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായാണ് ഈ സെന്റ് ജോൺസിൽ നിന്ന് ഇവിടേക്ക് എത്തിയ ഡ്രൈവർ വ്യക്തമാക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് അവരുടെ കൂടെയുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ കൂടെയുള്ളവർ 1-2 പേരുണ്ട്. കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അധികം പേർക്കും കാലിനാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആശ്വാസകരമായ കാര്യം പങ്കുവെക്കാനുള്ളത്, അതായത് ഒരു ജീവഹാനി ഉണ്ടാകുന്ന തരത്തിൽ പരിക്ക് അങ്ങനെ തലയ്ക്കോ അങ്ങനെ ഏറ്റിട്ടില്ല. പക്ഷേ കാലിൽ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. അതിൽ പ്രായമായ സ്ത്രീകളടക്കമുള്ളവരുണ്ട്. 5 പേരെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നതിൽ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്, കാഷ്വാലിറ്റിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയെ കൂടി ഇങ്ങോട്ട് എത്തിക്കുമെന്ന് മനസ്സിലാക്കുന്നു.
ശരി, അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. നമുക്ക് അലക്സ് നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. അവിടെ 4 പേരെ ഇപ്പോൾ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ജീവഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ പരിക്കുകളില്ല എന്ന ആശ്വാസമായ ഒരു വിവരം ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം തന്നെ കൈക്കും കാലിനും ഒക്കെ പരിക്കേറ്റിട്ടുള്ള ആളുകളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നാഗർകോവിൽ സ്വദേശികളാണ്. അവർ ഒരു ഉല്ലാസയാത്രയുടെ ഭാഗമായി എത്തിയതാകണം. വെമ്പായം ഹാപ്പി ലാൻഡിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ അവർ പല റൈഡുകളിൽ കയറി അവർ സന്തോഷം പങ്കിടുന്ന സമയത്താണ് അവിചാരിതമായി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ആ അപകടത്തിന്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും 30 പേർ ഉള്ള റൈഡാണ് പൊട്ടി തകർന്നു വീണത്. വെമ്പായത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ റൈഡുകൾ തകർന്നു വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.